ഇവിടെ എല്ലാവരും കരുതുന്നത് അനിയൻ സാറ് പെട്ടെന്ന് ജയിലിൽ നിന്ന് ഇറങ്ങി വരുന്നു. അങ്ങനെ ഒരു കാര്യവും സംഭവിക്കാൻ പോകുന്നില്ലെന്ന് നമുക്കല്ലേ അറിയൂ. അനിയനെ രക്ഷിക്കാൻ കോടതിയിൽ വക്കീലിനെ വെക്കാന്ന് ഞാൻ പറഞ്ഞു. വക്കീലിനെ വെക്കുകയും ചെയ്തു. പക്ഷെ വക്കീല് സമർത്ഥമായിട്ട് കളിച്ചു. അതുകൊണ്ടെന്താ, ജാമ്യം കിട്ടിയില്ല, ജയിലിലും ആയി. അതുകൊണ്ട് എനിക്ക് വേണ്ടത് അനിയൻ സ്ഥിരമായിട്ട് ജയിലിൽ കിടക്കാന്നുള്ളതാ. അതിന് തന്റെ സഹായം എനിക്ക് ആവശ്യമുണ്ട്. അതുകൊണ്ടാ. ഞാനെന്താ ചെയ്യണ്ടേ ഇപ്പോ അനിയൻ സാറിനുള്ള ഏക ആനുകൂല്യം അനിയൻ സാറിന്റെ കുത്തേറ്റ ആള് മരിച്ചിട്ടില്ലെന്നുള്ളതാ. അഥവാ മരിക്കുകയാണെങ്കിൽ ഒരു കൊലപാതക കുറ്റം കൂടിയാവും. ക്രിമിനൽ വാസനയുള്ള ആളെന്ന നിലയ്ക്ക് കൊടുക്കാവുന്നതിന്റെ പരമാവധി ശിക്ഷ കോടതി കൊടുക്കും. അതുകൊണ്ട് അനിയന്റെ കുത്തേറ്റ ആള് മരിക്കണം. എന്നിട്ട് വേണം ഇതിനൊരു അടിവരയിടാൻ. അയാൾ ഹോസ്പിറ്റൽ ഐസിയിലുണ്ട്. പണം എത്ര വേണമെങ്കിലും ഞാൻ തരാം. ഓന്റെ കഥ കഴിഞ്ഞിരിക്കണം. മാഡം പേടിക്കണ്ട, അതെനിക്ക് ഒറ്റയ്ക്ക് കൈകാര്യം ചെയ്യാവുന്ന കാര്യമുള്ളൂ. ഞാൻ നോക്കിക്കോളാം. താനത്ര നിസ്സാരായിട്ടൊന്നും പറയണ്ട. കാര്യം അത്ര സിമ്പിൾ അല്ല. അറിയാം സാർ, എന്റെ ടീം ആശുപത്രി കയറി പണിതിട്ടുണ്ട്. വേണമെങ്കിൽ പോലീസ് സ്റ്റേഷനിലും കോടതിയിലും വരെ കയറി പണിയുകയും ചെയ്യും. നിങ്ങൾ ആഗ്രഹിക്കുന്നതിന് ഒരു നിമിഷം മുമ്പെങ്കിലും അവൻ ചത്തിരിക്കും. ഉറപ്പാ സാറേ.